ഹായ് ഹലോ. ഞാനിന്ന് അനോമി എന്നൊരു ഫിലിം എൻ്റെ തൊട്ടടുത്ത തിയേറ്ററിൽ വെച്ചിട്ട് ഞാൻ കണ്ടു കേട്ടോ. ഈ ഫിലിമിൻ്റെ തുടക്കം മുതലേ അവസാനം വരെ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം റഹ്ബാനും അതുപോലെ തന്നെ ഭാവനയാണ് കേട്ടോ. മലയാള ഫിലിം ഇൻഡസ്ട്രി ഇവരെ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെ പറയാൻ പറ്റും. റഹ്മാനെ കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ ഈ അനോമി എന്ന് പറഞ്ഞ ഫിലിം വരെ അദ്ദേഹത്തിൻ്റെ അധിക ഫിലിംസും ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ കുറേ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ ഒരു ആക്ടറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൂടാതെ ഈ ഫിലിമിലെ പല ആക്ഷൻ സീൻസിലും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അഭിനയം ആയിക്കോട്ടെ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ് എക്സ്പ്രഷൻ ആയിക്കോട്ടെ, എല്ലാം എന്താ പറയുക, ആ ഫിലിം കണ്ടിരിക്കുമ്പോൾ ആ ഫിലിമിന് ആവശ്യമായ രീതിയിൽ അദ്ദേഹത്താൽ കഴിയുന്ന ഏറ്റവും നല്ല റിസൾട്ട് തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. പിന്നെ ഭാവനയുടെ ക്യാരക്ടറെ കുറിച്ചാണ് കേട്ടോ. ഭാവനയുടെ അഭിനയം ആ ഫിലിമിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിച്ച ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാവന എന്ന് പറയാൻ പറ്റും. കാരണം അവർ ഇമോഷൻസ് കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ ആ ഫിലിമിൽ നമ്മളെ പിടിച്ചിരുത്തുന്നതൊക്കെ ഭാവനയുടെ പൊട്ടൻഷ്യൽ ഓഫ് ആക്ടിങ്ങാണ്. എനിക്ക് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് കേട്ടോ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലത്തെ ഫിലിമുകൾ നോക്കുമ്പോൾ ആക്ട്രേഴ്സിന് വലിയൊരു പ്രാധാന്യം കൊടുക്കാതെ, അല്ലെങ്കിൽ അത് ജസ്റ്റ് ആ ഫിലിമിന് ആവശ്യമുള്ളത് കൊണ്ടൊരു ആക്ട്രസ് നിൽക്കുന്നു എന്നുള്ളത് മാത്രമായിരുന്നു എനിക്ക് ശ്രദ്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ ഭാവനയുടെ ആക്ടിങ്ങും അവരുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഭാവനയെ എടുത്തു കാണിക്കുന്ന രീതിയിലൊരു ഫിലിം തന്നെ പറയാം. അവരുടെ കഴിവും മലയാള ഇൻഡസ്ട്രി ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കൂടുതൽ നല്ല ഫിലിമുകൾ ഭാവനക്കും അതുപോലെ തന്നെ റഹ്മാനും ഒക്കെ ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ റിവ്യൂവിലേക്ക് കടക്കാം. ഈ ഫിലിമിൽ ഒരു ക്രൈം ത്രില്ലർ പോലെ ചില കാര്യങ്ങൾ അന്വേഷിക്കുന്ന പോലീസും അതുപോലെ തന്നെ ഈ ഭാവന എന്ന രീതിയിൽ ഭാവനയുടെ സൈഡിലൊരു അന്വേഷണമൊക്കെയാണ് ഈ ഫിലിമിൻ്റെ ഒരു എന്താ പറയുക, ഒരു അടിസ്ഥാനം എന്ന് പറയാം. സഹോദരനെ കാണാതാവുന്ന എല്ലാ അന്വേഷണങ്ങളും മറ്റ് കാര്യങ്ങളും അങ്ങനെ ചുറ്റുപെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് റഹ്മാൻ്റെ അന്വേഷണങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഇത് നല്ലൊരു തിയേറ്ററിൽ നിന്ന് കാണുന്നത് നന്നാവും കേട്ടോ. ഞാൻ തലശ്ശേരി ലിബർട്ടി എന്നാണ് കണ്ടത്. എനിക്കെന്തോ അത് എന്താ പറയുക, അത്രത്തോളം അത് സൗണ്ട് ക്വാളിറ്റി കൊള്ളില്ലാത്തതുകൊണ്ട് എൻ്റെ ഫ്രണ്ട് കണ്ടത് നല്ലൊരു തിയേറ്ററിൽ നിന്നായിരുന്നു. ഈ സൗണ്ട് ക്വാളിറ്റിയിൽ പറയുകയാണെങ്കിൽ ഈ സൗണ്ട് ഏറ്റവും നല്ല രീതിയിലാണ് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സൗണ്ടാണ് ഈ ഫിലിമിൻ്റെ ഒരു പ്രധാന ഭാഗം, അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡ് എന്ന് തന്നെ പറയാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ സ്ക്രീൻ ബൈ സ്ക്രീൻ ആയിട്ടുള്ള എന്താ പറയുക, നമ്മൾ ഓരോ സ്ക്രീൻസ് കാണുമ്പോഴും നമുക്കൊരു ഒട്ടും തന്നെ ഒരു ബോറടിക്കാത്ത, അല്ലെങ്കിൽ സ്ക്രീൻ പ്രസൻസിൽ നമുക്കൊരു രീതിയിലൊരു ലാഗ് തോന്നാത്തൊരു ഫിലിമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എങ്കിൽ ഫിലിം മൊത്തമായിട്ടൊരു ലാഗാണ്. കാരണം വെച്ചാൽ ഫിലിമിൽ പല പോർഷൻസും പറഞ്ഞ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെയും ഒരു ക്ലിക്ക് കിട്ടാത്ത പോലെ നീട്ടി വലിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഇത് കുറച്ച് ഫാസ്റ്റായ രീതിയിലാണ് ഈ കണ്ടൻറ്റിനെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തിയേറ്ററിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിലിമുകളെയൊക്കെ അടിച്ച് മുന്നിൽ വരാൻ ശേഷിയുള്ളൊരു ഫിലിമാണ്. എന്നിരുന്നാലും ഫിലിം നമുക്ക് കണ്ടിരിക്കാനും അവസാനത്തെ ഒരു 30 മിനിറ്റോളം നമുക്ക് എന്താ പറയുക, അവസാനത്തെ ആ 30 മിനിറ്റ് നമുക്കെന്താ പറയുക, നമുക്കത് കണ്ടിരിക്കാനും അതുപോലെ തന്നെ ആ ഫിലിമിൻ്റെ ഫുള്ള് ഉൾക്കൊള്ളുന്ന അവസാനത്തെ 30 മിനിറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ട് കേട്ടോ. അവർ ആക്റ്റീവും കാര്യങ്ങളെല്ലാം കൊണ്ട്. അപ്പോൾ ഫിലിം കുറച്ച് സ്പീഡായിട്ട് റൺ ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറേ പോർഷൻസ് കട്ട് ചെയ്ത് ഒന്നും കൂടി ഒതുക്കിയെടുത്തിരുന്നെങ്കിൽ ഏറ്റവും നല്ല ഫിലിമിൻ്റെ പട്ടികയിൽ ഇടം പിടിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. അതുകൂടാതെ ഭാവനയുടെ ആക്ടിങ്ങും റഹ്മാൻ്റെ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ എന്താ പറയുക, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒന്നായിരുന്നു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചല്ല തിയേറ്ററിൽ പോയത്, അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇതാണ് ഇതിനെ പറ്റിയുള്ള എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് പറയാനുള്ളൊരു റിവ്യൂ എന്നുള്ള രീതിയിലുള്ളത്. എല്ലാവരും തിയേറ്ററിൽ പോവുക, ഫിലിം കാണുക. ഓരോരുത്തരും ഫിലിം കാണുന്ന രീതിയും അവരുടെ ചിന്താഗതിയും കാര്യങ്ങളും വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പോൾ ഫിലിം കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് താഴെ ഇടുക. ഓക്കെ, ബൈ.